PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഒരു ക്ലാസ് SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. 9 മണിക്ക് ഒരു ക്ലാസ്, 12 മണിക്ക് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണോ ആ ടോപ്പിക്കുകളിൽ നിന്നും PSC 2021 മുതൽ 24 വരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ് ലൈവായിട്ട്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കലാകായിക സാഹിത്യ സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലൈവായിട്ട് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ 9 മണിയുടെ വീഡിയോ ആയിട്ടും കലാകായികം സാഹിത്യ സംസ്കാരം കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, പിന്നെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഒരു നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ്. അപ്പോൾ അതിലെ കാര്യനിർവഹണ വിഭാഗം, അവിടെ നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ചും ഉപരാഷ്ട്രപതിയെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, സുപ്രീം കോടതി പഠിച്ചു. ഇപ്പോൾ നിയമനിർമ്മാണ വിഭാഗമായ പാർലമെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോക്സഭ, രാജ്യസഭ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർലമെൻറ്റിൻ്റെ ക്വാറത്തെക്കുറിച്ചും ജോയിൻറ്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനത്തെക്കുറിച്ചും മണി ബില്ലിനെക്കുറിച്ചും പാർലമെൻറ്റിൻ്റെ കമ്മിറ്റികളെക്കുറിച്ചും ചോദ്യോത്തരവേള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളില്ല, രാജ്യസഭയും ലോക്സഭയും നമ്മൾ ആർട്ടിക്കിൾ 93 വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആർട്ടിക്കിൾ 100 ആണ്. ആർട്ടിക്കിൾ 100 പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ക്വാറത്തെക്കുറിച്ച് പറയുന്നു. പാർലമെൻറ്റിൻ്റെ ക്വാറത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 100 പാർലമെൻറ്റിൻ്റെ ക്വാറത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് ഈ ക്വാറം? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പാർലമെൻറ്റിൻ്റെ ക്വാറം എത്രയാണ്? അപ്പോൾ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സഭാ നടപടി ആരംഭിക്കുന്നതിന് ഏറ്റവും കുറവ് മിനിമം എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതുണ്ട് അല്ലേ. ഒരു സഭാ നടപടി തുടങ്ങണമെങ്കിൽ ഇത്ര അംഗങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം എന്നൊരു കണക്കുണ്ടല്ലോ. ആ മിനിമം നമ്പേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ മിനിമം മെമ്പേഴ്സ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ക്വാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ സഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മിനിമം വേണ്ട മെമ്പേഴ്സ് എത്രയാണ്, അതാണ് പാർലമെൻറ്റിൻ്റെ ക്വാറം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ക്വാറം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-1 എന്ന് നമുക്ക് പറയാം. 10-1 അല്ലെങ്കിൽ നമുക്ക് 10% എന്ന് പറയാം. 10-1 അല്ലെങ്കിൽ 10% പാർലമെൻറ്റിൻ്റെ ക്വാറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യസഭയുടെ അംഗസംഖ്യ നമ്മൾ പഠിച്ചു അല്ലേ. പരമാവധി അംഗസംഖ്യ 250 അപ്പോൾ അതിൽ 10%. അപ്പോൾ രാജ്യസഭാ നടപടിക്രമത്തിന് ആവശ്യമുള്ള ആളാണെങ്കിൽ രാജ്യസഭയിൽ എത്ര വേണം? 250ൻ്റെ 10%, അതായത് 25 പേരെങ്കിലും അവിടെ മിനിമം വേണം നടപടിക്രമങ്ങൾ തുടങ്ങാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണോ ടോട്ടൽ അംഗങ്ങൾ അതിൻ്റെ 10-1 ഭാഗം 10% ആളുകൾ ഉണ്ടായിരിക്കണം എന്നതാണ് പാർലമെൻറ്റിൻ്റെ ക്വാറം. ഓക്കെ അല്ലേ. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 101. ആർട്ടിക്കിൾ 101 പറയുന്നത് ലോക്സഭാ അംഗം അല്ലെങ്കിൽ രാജ്യസഭാ അംഗം തുടർച്ചയായി 60 സഭാ സമ്മേളനങ്ങളിൽ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ, അതായത് മുൻകൂട്ടി അറിയിക്കാതെ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. ലോക്സഭാ അംഗമായിക്കോട്ടെ, രാജ്യസഭാ അംഗമായിക്കോട്ടെ, ലോക്സഭാ അംഗമോ രാജ്യസഭാ അംഗമോ ആയിക്കോട്ടെ,
തുടർച്ചയായിട്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട്, ഓക്കെ, തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ്, തുടർച്ചയായിട്ട് 60 സഭാ സമ്മേളനങ്ങളിൽ വിട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങിക്കാതെ വിട്ടുനിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആർട്ടിക്കിൾ 101 പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 102 പറയുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചാണ്. അയോഗ്യത, നമ്മൾ യോഗ്യതയെക്കുറിച്ചൊക്കെ മുമ്പ് പഠിച്ചു അല്ലേ? അപ്പൊ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 102 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അയോഗ്യത എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെയാണ് നമ്മൾ കൂറുമാറ്റ നിരോധന നിയമം നമ്മൾ പഠിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം എത്രയാ? 1985 പാസ്സാക്കുന്നത് അല്ലെ? ഏതാണ് ഭേദഗതി? 52-ാം ഭേദഗതി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1985 പാസ്സാക്കിയ 52-ാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 1985 52-ാം ഭേദഗതിയിലൂടെ ഈ കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടിക ഏതാണ്? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ാമത്തെ പട്ടിക അല്ലെ, 10ാമത്തെ സ്കെഡ്യൂളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് അംഗത്വം നഷ്ടപ്പെട്ട ലോക്സഭാ അംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പഠിക്കുക. ലാൽഡുഹോമ MP ആണ് കേട്ടോ. അപ്പോൾ ലാൽഡുഹോമയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് അംഗത്വം നഷ്ടപ്പെട്ട ലോക്സഭാ അംഗം എന്ന് പറയുന്നത്. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മലയാളിയുണ്ട്. ആള് R ബാലകൃഷ്ണപിള്ള, MLA ആണ്. R ബാലകൃഷ്ണപിള്ള കേരള നിയമസഭയിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ അംഗത്വം നഷ്ടപ്പെട്ട മലയാളിയാണ് R ബാലകൃഷ്ണപിള്ള. ആദ്യത്തെ മലയാളി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലാൽഡുഹോമ, R ബാലകൃഷ്ണപിള്ള, രണ്ടുപേരുടെ പേരും ഓർത്തിരിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 102 അയോഗ്യത എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് കൂറുമാറ്റം അല്ലേ? ഒരു പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി മത്സരിക്കുന്നു, പിന്നീട് എന്താണ് പാർട്ടി മാറുന്നു അല്ലേ, കൂറു മാറുന്നു, ആ ഒരു രീതി, അതാണ് അയോഗ്യത അല്ലെങ്കിൽ കൂറുമാറ്റം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്തത് 108, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 108 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ 108 പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ സംയുക്ത സമ്മേളനം. ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. എന്താണ് സംയുക്ത സമ്മേളനം? ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ്. ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 108. അപ്പോൾ ഒരു നിയമം ഉണ്ടാവണം എന്ന് വെച്ചാൽ എന്താണ് സംയുക്ത സമ്മേളനം എന്നാണ് പറയുന്നത്. ഒരു നിയമം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു, രാജ്യസഭ പാസ്സാക്കണം, ലോക്സഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ചില പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, ഈ രണ്ട് സഭകളും ഒരേ സമയത്ത് പാസ്സാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു സഭ പാസ്സാക്കി, മറ്റേ സഭ പാസ്സാക്കിയില്ല. അപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നം വരുവാണ്, ഒരു തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സഭകളുടെ തർക്കം കാരണം ഒരു നിയമം പാസ്സാക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യും? ഈ രണ്ട് സഭകളെയും കൂടെ ചേർത്തിട്ട് ഒരു സമ്മേളനം വിളിക്കും. ഓക്കെ, ഒരു നിയമം പാസ്സാകണമെങ്കിൽ രാജ്യസഭയും ലോക്സഭയും എന്ത് ചെയ്യണം? പാസ്സാക്കണം. പക്ഷെ ഇവർ തമ്മിലൊരു വാക്കുതർക്കം വരുവാണ്, ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടായി ഈ നിയമം പാസ്സാക്കുന്നതിനെ ചൊല്ലിയിട്ട്. അപ്പോൾ രണ്ടുപേരും പാസ്സാക്കാതെ ഇത് നിയമമാവില്ല. അപ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഇവർ രണ്ട് സഭാംഗങ്ങളെയും കൂടെ ഒരുമിച്ച് വിളിച്ചിരുത്തി ഒരു സമ്മേളനം വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സഭകളെയും ഒന്നിച്ച് വിളിച്ചു ചേർക്കുന്ന ഈ സമ്മേളനമാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. അപ്പോൾ പ്രസിഡന്റ് ആണ് സമ്മേളനം എന്ത് ചെയ്യുന്നത്? വിളിച്ചു ചേർക്കുന്നത്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റ് ആണ് ഈ സമ്മേളനത്തെ വിളിച്ചു ചേർക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി ഈ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. എന്നാൽ ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോക്സഭാ സ്പീക്കറാണ്.
ലോക്സഭാ സ്പീക്കർ. ഓക്കെ, ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന് എന്ത് ചെയ്യുന്നത്, അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതുവരെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് 3 തവണയാണ്. എത്ര തവണയാണ്? 3 തവണയാണ് സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതുവരെ എത്ര തവണ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്? 3 തവണ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തവണയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് 1961 എന്തുമായി ബന്ധപ്പെട്ടാണ്? സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്. സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് 1961 ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ആ സമയത്തെ സ്പീക്കർ ആരാന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അധ്യക്ഷത വഹിച്ചത് അല്ലെ, സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ആ സമയത്തെ സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ ആണ്. അനന്തശയനം അയ്യങ്കാർ സ്പീക്കർ ആയിരിക്കുന്ന സമയത്താണ് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് 1961 ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഇനി രണ്ടാമത്തെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് 2002 2002 പോട്ടയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ പോട്ട? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റീസ്. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റീസ് പോട്ടയുമായി ബന്ധപ്പെട്ടാണ് 2002 എന്ത് വരുന്നത്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. മൂന്നാമത്തെ തവണ എന്ന് പറയുന്നത് വിളിച്ചു ചേർത്തത് 1978 ബാങ്കിങ് കമ്മീഷൻ ആക്ട് റിപ്പീലുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ബാങ്കിങ് കമ്മീഷൻ ആക്ട് റിപ്പീലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വർഷത്തിന്റെ ഓർഡർ നിങ്ങൾ പഠിക്കുമ്പോൾ തിരിച്ചു പഠിക്കണേ. ഞാൻ പറഞ്ഞപ്പോൾ ഓർഡർ മാറിപ്പോയതാ. ആദ്യത്തേത് 1961 സ്ത്രീധന നിരോധന നിയമം പ്രകാരമാണ് ആദ്യത്തെ സംയുക്ത സമ്മേളനം സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്. രണ്ടാം തവണ വിളിച്ചു ചേർത്തത് 1978 ബാങ്കിങ് കമ്മീഷൻ റിപ്പീലുമായി ബന്ധപ്പെട്ട്. ദെൻ മൂന്നാമത്തെ തവണ വിളിച്ചു ചേർത്തത് 2002 പോട്ടയുമായി പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റീസ് അതുമായി ബന്ധപ്പെട്ട് പോട്ടയുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ തവണ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സംയുക്ത സമ്മേളനത്തിലൂടെ നിയമം പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സഭയുടെ ഏത് തരത്തിലുള്ള ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ടുള്ളത്? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം, ഒരു സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം പാസ്സാക്കണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം വേണം, അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്, അല്ലെങ്കിൽ സഭയുടെ കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. ഏതാണ് തന്നിരിക്കുന്നത്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ കേവല ഭൂരിപക്ഷം മതി. സംയുക്ത സമ്മേളനത്തിലൂടെ നമ്മളൊരു നിയമം പാസ്സാക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ സഭയുടെ കേവല ഭൂരിപക്ഷം മതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു ലോക്സഭയുടെ അംഗസംഖ്യ എത്രയാ? 543 അല്ലെ. രാജ്യസഭയുടെ അംഗസംഖ്യ ഇപ്പൊ നിലവിൽ 245. അപ്പോൾ ഇവരുടെ അംഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സഭയ്ക്ക് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? കൂടുതലാണ് അല്ലേ. ലോക്സഭയ്ക്ക് 543 മെമ്പേഴ്സ് ഉണ്ട്. രാജ്യസഭയിലാകുമ്പോൾ 245 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്സഭയിൽ അംഗസംഖ്യ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്സഭയ്ക്ക് താല്പര്യമുള്ള നിയമമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും അല്ലേ. കാരണം അംഗസംഖ്യ കൂടുതലാണ്, അപ്പോൾ ഭൂരിപക്ഷം കൂടുതലായിരിക്കും. അപ്പോൾ ലോക്സഭയ്ക്ക് താല്പര്യമുള്ള ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പാസ്സാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് രാജ്യസഭയുടെ അംഗസംഖ്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മണി ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ പാടില്ല. മറ്റേതെങ്കിലും ഒരു നിയമം പാസ്സാക്കണം എന്നുള്ളതിന്റെ തർക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംയുക്ത സമ്മേളനം പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മണി ബില്ലുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനായിട്ട് പാടില്ല. അത് എക്സെപ്ഷൻ ആണ്, അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്നതിന്, അതുപോലെ മണി ബില്ലുകൾ പാസ്സാക്കുന്നതിന് സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 110 പറയുന്നത്. ആർട്ടിക്കിൾ 110 പറയുന്നത് എന്തിനെ കുറിച്ചാ? മണി ബില്ലിനെ കുറിച്ചാണ്. മണി ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 110 മണി ബില്ല് അല്ലെങ്കിൽ ധനകാര്യ ബില്ലുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു മണി ബില്ല് നമ്മൾ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ
പ്രസിഡന്റിന്റെ ശുപാർശയോട് കൂടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിന്റെ ശുപാർശ അനുസരിച്ചാണ് ഒരു മണി ബില്ല് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രസിഡന്റിന്റെ ശുപാർശ പ്രകാരമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ലോക്സഭാ സ്പീക്കറാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, ഇനി ഈ മണി ബില്ലിന്മേലുള്ള പൂർണ്ണ അധികാരം നമ്മൾ ലോക്സഭ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ? മണി ബില്ലിന്മേലുള്ള പൂർണ്ണ അധികാരം ആർക്കാണുള്ളത്? ലോക്സഭയ്ക്കാണുള്ളത് അല്ലെ? അപ്പൊ മണി ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ടാണ് പിന്നീടാണ് രാജ്യസഭയിലോട്ട് അയക്കുന്നത്. ഈ രാജ്യസഭയിലോട്ട് അയക്കുന്ന സമയത്ത് രാജ്യസഭ എന്ത് ചെയ്യണം? 14 ദിവസത്തിനകം മണി ബില്ല് ലോക്സഭയ്ക്ക് തിരിച്ചയക്കണം. അപ്പോൾ ആദ്യം ലോക്സഭ പാസ്സാക്കുന്നു, എന്നിട്ട് രാജ്യസഭയിലോട്ട് അയക്കുന്നു. രാജ്യസഭ എന്ത് ചെയ്യണം? 14 ദിവസത്തിനുള്ളിൽ തിരിച്ച് ലോക്സഭയ്ക്ക് ഇത് അയക്കണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ. അപ്പോൾ മണി ബില്ലുമായി ബന്ധപ്പെട്ട പൂർണ്ണ അധികാരം ലോക്സഭയ്ക്കാണ്. എന്നാൽ മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാൻ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള സജഷൻസ് 14 ദിവസത്തിനുള്ളിൽ ലോക്സഭയ്ക്ക് ആ സജഷൻസോട് കൂടിയിട്ട് വീണ്ടും തിരിച്ചയക്കണം എന്നുള്ളതാണ്. ഈ രാജ്യസഭയ്ക്ക് മണി ബില്ലിന്മേലുള്ള നിർദ്ദേശങ്ങളോ ഭേദഗതികളോ ഒക്കെ ചെയ്യാനുള്ള നിർദ്ദേശം വെക്കാൻ പറ്റും. പക്ഷേ ഭേദഗതികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ലോക്സഭ? അതില്ല. രാജ്യസഭയ്ക്ക് മണി ബില്ലിന്മേൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ വെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ലോക്സഭയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. മണി ബില്ല് എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെ ശുപാർശ പ്രകാരമാണ്. പക്ഷെ ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇതിന്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. ആ നിർദ്ദേശങ്ങൾ 14 ദിവസത്തിനകം ലോക്സഭയിലേക്ക് വയ്ക്കണം. പക്ഷെ അത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ആര് തീരുമാനിക്കും? അത് ലോക്സഭയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 111 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം ഒരു ബില്ല് നിയമമാവണമെങ്കിൽ അല്ലെ? അപ്പൊ പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ ഒരു ബില്ലും നിയമമാവില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111 എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ ഒരു ബില്ലും നിയമമാവില്ല. ഓക്കെ, അപ്പോൾ ഒരു ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ അത് നിയമമാവില്ല. പക്ഷെ പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ബില്ലിൽ ഒപ്പുവയ്ക്കാതിരിക്കാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. അതിനെ നമ്മൾ പറയുന്നതായിരുന്നു എന്ത്? വീറ്റോ പവർ എന്ന് നമ്മൾ പഠിച്ചില്ലേ? വീറ്റോ അധികാരം. അപ്പോൾ പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. മനസ്സിലായോ? അപ്പൊ പ്രസിഡന്റ് ഒരു ബില്ല് നിയമമാവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം. പക്ഷെ അത് ഒപ്പുവെക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആർക്ക് തീരുമാനിക്കാം? അത് പ്രസിഡന്റിന്റെ അധികാരമാണ്, ഒപ്പുവെക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു പവറിനെയാണ് നമ്മൾ വീറ്റോ അധികാരം എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 111 പ്രതിപാദിക്കുന്നത് വീറ്റോ പവറിനെ കുറിച്ചാണ്, വീറ്റോ അധികാരത്തെ കുറിച്ചാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ആർട്ടിക്കിളിൽ പറയാത്ത ഒരു കാര്യമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. എല്ലാവരും കേട്ട് കാണും അല്ലെ? അവിശ്വാസ പ്രമേയം നമ്മൾ മമ്മൂക്കയുടെ 1 എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളിലും പ്രതിപാദിക്കുന്നില്ല. പക്ഷെ നമുക്കത് ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നോ കോൺഫിഡൻസ് മോഷൻ എന്നാണ് പറയുക, അവിശ്വാസ പ്രമേയം. ഓക്കെ, അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിൽ മാത്രമാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ലോക്സഭയിൽ മാത്രമാണ് കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ, നമ്മൾ പറഞ്ഞു കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ലോക്സഭയോടാണ് അല്ലെ? അപ്പൊ കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത് ലോക്സഭയിൽ മാത്രമേ പാസ്സാക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ഈ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 50 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ ആവശ്യമാണ്. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ 50 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ വേണം. 50 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരു നോട്ടീസ് ആദ്യം എന്ത് ചെയ്യണം?
ലോക്സഭാ സ്പീക്കറിന് നൽകണം. 50 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരു നോട്ടീസ് ആദ്യം എന്ത് ചെയ്യണം? ലോക്സഭാ സ്പീക്കറിന് നൽകണം. അപ്പോൾ ലോക്സഭാ സ്പീക്കറിന് നൽകിക്കഴിഞ്ഞാൽ, ലോക്സഭാ സ്പീക്കർ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 ദിവസത്തിനകം ലോക്സഭയിൽ എന്ത് ചെയ്യുന്നു? പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയം എന്ത് ചെയ്യുന്നു? ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വർഷം 1963 ഓക്കെ. അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ ആദ്യം 50 അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒരു നോട്ടീസ് ലോക്സഭാ സ്പീക്കറിന് നൽകണം. അദ്ദേഹം അത് 10 ദിവസത്തിനുള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലാണ് ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഈ അവിശ്വാസ പ്രമേയം ജവഹർലാൽ നെഹ്റുവിനെതിരെ അവതരിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? JB കൃപലാനിയാണ് ജവഹർലാൽ നെഹ്റുവിന് വേണ്ടിയിട്ടുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ടത് ഇന്ദിരാഗാന്ധിയാണ്. 15 തവണയാണ് അവിശ്വാസ പ്രമേയം നേരിട്ടത്. പക്ഷേ ഈ 15 തവണയുള്ള അവിശ്വാസ പ്രമേയത്തെയും അതിജീവിച്ചു. ഓക്കെ. 15 അവിശ്വാസ പ്രമേയങ്ങളെയും അതിജീവിച്ച പ്രധാനമന്ത്രി കൂടിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിനും എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി. അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഈ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി, ഇത് അവിശ്വാസ പ്രമേയം ആരാണ് ആദ്യമായിട്ട് നേരിട്ടത് എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു. ഇനി ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ടത് ഇന്ദിരാഗാന്ധി 15 തവണ. പക്ഷെ അവരൊന്നും അവിടെ രാജിവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതിജീവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് VP സിംഗ് കേട്ടോ. VP സിംഗ് ആണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ 3 പേരാണ് ഇതുവരെ നോക്കുവാണെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന പ്രധാനമന്ത്രിമാർ. എത്ര പേരാണ്? 3 പേർ. 3 പ്രധാനമന്ത്രിമാരാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആൾ നമ്മൾ പറഞ്ഞു VP സിംഗ് ആണ്. ആദ്യത്തെ തവണ 1990 VP സിംഗ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കുന്നത്. രണ്ടാമത് HD ദേവഗൗഡ 1997 മൂന്നാമത് അടൽ ബിഹാരി വാജ്പേയി AB വാജ്പേയി ആണ് മൂന്നാം തവണ 1999. ഓക്കെ. അപ്പോൾ ആദ്യത്തെ തവണ VP സിംഗ് 1990, ദെൻ 97 HD ദേവഗൗഡ, ദെൻ 99 AB വാജ്പേയി. ഇവർ 3 പേരുമാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ചിട്ടുള്ള 3 പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി കേരള നിയമസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ടിട്ടുള്ള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തെ നേരിട്ട മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ളയാണ് കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് രാജിവെക്കേണ്ടി വന്നത് കേരളത്തിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രി ഒരേ ഒരാൾ മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ, അത് R ശങ്കറാണ്. ഓക്കെ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയാണ് ആര്? R ശങ്കർ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനിലോട്ടാണ് നമ്മൾ വരുന്നത്. ഒരു ബില്ല് പാസ്സാവുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ രാജ്യസഭ പാസ്സാക്കണം, ലോക്സഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം, എന്നിട്ടാണ് അത് നിയമമാവുക. അപ്പോൾ ഒരു ബില്ല് നിയമമാവുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അതിൽ ആദ്യത്തെ ഘട്ടം ഒന്നാം വായന. ആദ്യത്തെ ഘട്ടം എന്താണ്? ഒന്നാം വായന. ദെൻ രണ്ടാമത്തെ ഘട്ടം രണ്ടാം വായന. മൂന്നാമത്തെ ഘട്ടം കമ്മിറ്റി ഘട്ടം. 4 റിപ്പോർട്ട് ഘട്ടം. ദെൻ 5 മൂന്നാം
മൂന്നാം വായന. ഇങ്ങനെ 5 ഘട്ടങ്ങളാണ് ഉള്ളത്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, മൂന്നാം വായന. ഇതാണ് 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബില്ല് നിയമമാകുന്നതിനുള്ള 5 ഘട്ടങ്ങൾ. അപ്പം അതിൽ ഒന്നാം വായന എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം വായന എന്ന് വെച്ചാൽ ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ലിൻ്റെ അവതരണത്തെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. അതായത് മറ്റംഗങ്ങൾ പിന്തുണയ്ക്കുന്നു, അതെന്താണ്, മറ്റു ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു, അത്രയേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ബില്ല് ജസ്റ്റ് അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റംഗങ്ങൾ അത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് പിന്തുണയ്ക്കുന്നു, എന്നിട്ട് മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ബില്ല് എന്ത് ചെയ്യുക? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അത് അടുത്ത ഘട്ടങ്ങളിലോട്ട് കടക്കുകയും ചെയ്യാം. ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് അത് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഒന്നാം വായന കഴിഞ്ഞു, ബില്ല് അവതരിപ്പിച്ചു. ഇനി രണ്ടാം വായന. രണ്ടാം വായനയിൽ നടക്കുന്നത് ബില്ലിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു ബില്ല് ജസ്റ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം, അടിസ്ഥാന തത്വങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഘട്ടമാണ് രണ്ടാം വായന. ഓക്കെ, ഒന്നാം വായനയിൽ ജസ്റ്റ് ബില്ല് അവതരിപ്പിക്കുന്നു, രണ്ടാം വായനയിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. അതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഘട്ടമാണ് കമ്മിറ്റി ഘട്ടം. അപ്പോൾ കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടാം ഘട്ടത്തിൽ തത്വങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തല്ലോ. ഈ ചർച്ചയ്ക്ക് ശേഷം ഈ ബില്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് കമ്മിറ്റിയിലോട്ട് വിടുന്നു. ഓക്കെ, അപ്പോൾ സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു. അതാണ് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ഈ തത്വങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സെലക്ട് കമ്മിറ്റിയിലോട്ട് വിടുന്നു. അതാണ് കമ്മിറ്റി ഘട്ടം. അവിടെ ഇവർ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നു, ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇനി അടുത്ത ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം. റിപ്പോർട്ട് ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇവർ ചർച്ച ചെയ്ത ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വിശദമായി ചർച്ച ചെയ്ത് വീണ്ടും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഈ ഘട്ടത്തിൽ ബില്ലിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ വരുത്തുന്നത് റിപ്പോർട്ട് ഘട്ടത്തിലാണ്. ഓക്കെ, ഇവിടെ ബില്ല് അവതരിപ്പിച്ചു, ഇവിടെ തത്വങ്ങൾ ചർച്ച ചെയ്തു, അതിനുശേഷം അത് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ, ഭേദഗതി വരുത്തണോ, ബില്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ, ഇതെല്ലാം ചെയ്യുന്നത് റിപ്പോർട്ട് ഘട്ടത്തിലാണ്. അതായത് ഒരു നിയമമാകാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് പരുവപ്പെട്ട് വരുന്ന ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത്. ഇനി അവസാനം മൂന്നാം വായന. മൂന്നാം വായന എന്ന് പറയുന്നത് അന്തിമ അനുവാദത്തിന് വേണ്ടിയിട്ട് സഭയിലെത്തുന്നതാണ്. അന്തിമ അനുവാദത്തിന് വേണ്ടിയിട്ട് സഭയിൽ വയ്ക്കുന്നതാണ് ഈ മൂന്നാം വായന എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ബില്ലിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്താറില്ല. അവിടെ വെച്ചാണ് ഒരു ബില്ല് നിയമമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാം വായന ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്നു. മൂന്നാമത്തേത് കമ്മിറ്റി ഘട്ടം. അതിനെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാനായിട്ട് സെലക്ട് കമ്മിറ്റിയിലോട്ട് വിടുന്നു. ദെൻ റിപ്പോർട്ട് ഘട്ടത്തിൽ ഇവരെ പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഭേദഗതി വരുത്തണമെങ്കിലോ ചെയ്യുന്നു. അതിനുശേഷം അന്തിമ അനുവാദത്തിന് വേണ്ടി സഭയിൽ വയ്ക്കുന്നതാണ് മൂന്നാം വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബില്ല് നിയമമാവുന്നതിൻ്റെ 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചാണ്. പാർലമെന്ററി കമ്മിറ്റികൾ. അപ്പോൾ പാർലമെന്റിന് ഒരുപാട് ചുമതലകളുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പറയുന്ന പാർലമെന്റിൻ്റെ ചുമതലകളെല്ലാം എന്ന് പറയുന്നത് ഓരോ സമ്മേളനങ്ങൾ വിളിച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. 3 തരം സമ്മേളനം നമ്മൾ പഠിച്ചു. ബജറ്റ് സമ്മേളനമുണ്ട്, മൺസൂൺ സമ്മേളനമുണ്ട്, ശൈത്യകാല സമ്മേളനമുണ്ട്. 3 സമ്മേളനങ്ങളാണ് പാർലമെന്റ് സാധാരണയായിട്ട് നടത്തുന്നത്. ഏതൊക്കെയാണ്? SCERT നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബജറ്റ് സമ്മേളനം, 2 മൺസൂൺ സമ്മേളനം, 3 ശൈത്യകാല സമ്മേളനം. ഇങ്ങനെ 3 സമ്മേളനങ്ങളിലൂടെയാണ് പാർലമെന്റിന്റെ ഓരോ സമ്മേളനം നടക്കുന്നത്. 3 സമ്മേളനങ്ങളാണ് മൊത്തത്തിൽ നടക്കുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഈ പറയുന്ന സമ്മേളനങ്ങളെല്ലാം ഇതിലെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് ഒറ്റയ്ക്ക് കഴിയോ? ഇല്ല. അപ്പോൾ പാർലമെന്റിനെ ഈ പറയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റികളെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് പറയാം. മെയിൻലി നമുക്ക് 2ആയിട്ട് പറയാം. അതിലൊന്നാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ആദ്യത്തെ കമ്മിറ്റിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രണ്ടാമത്
അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പോൾ സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പേരിൽ തന്നെയുണ്ട് എന്താണ്, ഇത് സ്ഥിരം കമ്മിറ്റിയാണ്. സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അത് സ്ഥിരമാണ്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ താൽക്കാലികം, ടെമ്പററി സെറ്റപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫോറിൻ വേർഡ്സിൽ ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ള കമ്മിറ്റിയാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ഇപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ അന്വേഷണവും ആ കേസും കാര്യങ്ങളും വിചാരണയൊക്കെ കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ കാര്യം കഴിഞ്ഞു, ആ കമ്മിറ്റി പിന്നെ ഇല്ല. അപ്പോൾ താൽക്കാലികമായിട്ടൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന കമ്മിറ്റികളാണ് അഡ്ഹോക്ക് കമ്മിറ്റികൾ. എന്നാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന കമ്മിറ്റികളുണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 6 തരത്തിലുണ്ട്. 6 തരം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത്. അതിലൊന്ന് ധനകാര്യ കമ്മിറ്റി, 2 ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, 3 എൻക്വയറി കമ്മിറ്റികൾ, 4 സൂക്ഷ്മ പരിശോധനയ്ക്കും നിയന്ത്രണത്തിനുമുള്ള കമ്മിറ്റികൾ, 5 ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള കമ്മിറ്റികൾ, 6 സർവീസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ എന്ന് പറയും. സർവീസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ. ഇങ്ങനെ 6 തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. സ്ഥിരം കമ്മിറ്റികൾ 6 എണ്ണമാണ്. ധനകാര്യ കമ്മിറ്റികൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, എൻക്വയറി കമ്മിറ്റികൾ, സൂക്ഷ്മ പരിശോധനയ്ക്കും നിയന്ത്രണത്തിനുമുള്ള കമ്മിറ്റികൾ, ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ, സർവീസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ധനകാര്യ കമ്മിറ്റികളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ധനകാര്യ കമ്മിറ്റികൾ. അപ്പോൾ ഈ ധനകാര്യ കമ്മിറ്റികൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC. എന്താണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയും. 2 എസ്റ്റിമേറ്റ് കമ്മിറ്റി. എന്താണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. 3 കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇതാണ് 3 തരത്തിലുള്ള ധനകാര്യ കമ്മിറ്റികൾ. ഏതൊക്കെയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇങ്ങനെ 3 തരത്തിലാണ് ധനകാര്യ കമ്മിറ്റികൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. ആദ്യം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഫിനാൻസ് കമ്മിറ്റിയാണ്. ധനകാര്യ കമ്മിറ്റി എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. കാരണം 1921 ഫോം ചെയ്തതാണിത്. ഓക്കെ, 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ 3 കമ്മിറ്റിയും ഒന്നിങ്ങനെ തരം തിരിച്ച് പഠിക്കുന്നതായിരിക്കും ഈസി. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. 1921 ഫോം ചെയ്യുന്നു. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 22 അംഗങ്ങളാണ്. അതിൽ സ്പ്ലിറ്റ് ഉണ്ട്. 15 പേര് ലോക്സഭാ അംഗങ്ങളും ബാക്കി 7 പേര് രാജ്യസഭാ അംഗങ്ങളും. ഇങ്ങനെ 22 അംഗങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ഉള്ളത്. ഈ അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് എത്ര വർഷത്തേക്കാണ്, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. 1 വർഷമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അംഗങ്ങളെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീക്കറാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? സ്പീക്കറാണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാലും സ്പീക്കറിന് തന്നെയാണ് കേട്ടോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സ്പീക്കറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്പീക്കർക്കാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള അംഗമാണ്. ഇതിലെ അധ്യക്ഷൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അല്ലേ. CAG പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അതാണ് പിന്നീട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏറ്റവും
പഴക്കമുള്ള കമ്മിറ്റിയാണ്. 1921 ഫോം ചെയ്തു. ടോട്ടൽ 22 അംഗങ്ങൾ, അതിൽ 15 ലോക്സഭാംഗം, 7 രാജ്യസഭാംഗം. കാലാവധി 1 ഇയർ. ഇവരെ നിയമിക്കുന്നത് സ്പീക്കർ, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്പീക്കർക്ക്. ഇവിടെ അധ്യക്ഷനായിട്ടുള്ളത് എന്താണ്, പ്രതിപക്ഷത്തിന്റെ അംഗം അല്ലെ, പ്രതിപക്ഷത്തുള്ള അംഗമാണ് വരുന്നത്. ഓക്കെ, പ്രതിപക്ഷത്തു നിന്നുള്ള അംഗമാണ് ആരായിട്ട് വരുന്നത്, അധ്യക്ഷനായിട്ട് വരുന്നത്. ഇവരുടെ ചുമതല എന്താണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഇവർ വീണ്ടും എന്താണ് പ്രസിഡന്റിന് നൽകി. പ്രസിഡന്റ് അത് പാർലമെന്റിൽ സമർപ്പിച്ച് അവിടെ നിന്ന് വീണ്ടും അത് കീറി മുറിച്ച് പരിശോധിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വരവ് ചെലവ് കണക്കുകൾ കീറി മുറിച്ച് പരിശോധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്, CAG പഠിച്ചപ്പോൾ അല്ലേ. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് വിളിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. എന്തുകൊണ്ടാണ്? CAG പരിശോധിച്ചുണ്ടാക്കിയ റിപ്പോർട്ടിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് വിളിക്കാനായിട്ട് കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഓക്കെ, എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1950 കേട്ടോ. എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1950. ഇതിൽ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും വലുത്, ഏറ്റവും പഴക്കമുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇതിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് 30 അംഗങ്ങളാണ് ടോട്ടൽ. ഓക്കെ, 30 അംഗങ്ങളുണ്ട്. ഈ 30 പേരും ലോക്സഭാ അംഗമാണ്. നമ്മൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എന്താ പഠിച്ചത്? 22 അംഗങ്ങൾ, 15 ലോക്സഭാംഗം, 7 രാജ്യസഭാംഗം. ഇവിടെ 30 അംഗങ്ങൾ, 30 പേരും ലോക്സഭാ അംഗങ്ങളാണ്. രാജ്യസഭയിലുള്ള ആളുകളില്ല. ഇവരുടെ കാലാവധി, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം തന്നെയാണ്. 1 വർഷം തന്നെയാണ് കാലാവധി. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സ്പീക്കറാണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന മാർക്ക് തന്നെയാണ് സ്പീക്കർക്ക് തന്നെയാണ്. നിയമിക്കുന്നത് സ്പീക്കറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്പീക്കർക്ക് തന്നെയാണ്. ഇവരുടെ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുക. എന്താണ്? എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ചുമതല. അപ്പോൾ എന്താണ് എസ്റ്റിമേറ്റ് പരിശോധിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വന്നു, അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി, അതാണ് വരവ് ചെലവ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ റോഡ് പണിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 100 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ റോഡ് പണിയാൻ വേണ്ടി 100 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റോഡ് പണിയാൻ ഈ 100 കോടി രൂപയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു 100 കോടിക്കുള്ള ജോലി അവർ ചെയ്തിട്ടുണ്ടോ, ഈ കണക്കുകളൊക്കെ പരിശോധിക്കുന്നതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. വരവ് ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരുമാനം ഉണ്ടായി, അത് എത്രയൊക്കെ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവായി, ആ ഒരു കണക്കാണ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി, ഇപ്പോൾ ഒരു റോഡ് പണിക്ക് വേണ്ടി ഇത്ര കോടി രൂപയുടെ ചിലവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ പറഞ്ഞ തുകയ്ക്കുള്ള ജോലി ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന, അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കണക്കുകളാണ് പരിശോധിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഇനി അടുത്ത കമ്മിറ്റിയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഏതാണ്? പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. രൂപീകരിച്ചത് 1964 രൂപീകരിക്കുന്നത്. അപ്പോൾ ഇത് രൂപീകരിക്കപ്പെട്ടത് VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1964 ഈ പറയുന്ന പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇവിടുത്തെ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലെ തന്നെ 22 പേരാണ്. 15 പേര് ലോക്സഭാ അംഗവും 7 പേര് രാജ്യസഭാംഗവും. ഓക്കെ, അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലും 22 അംഗങ്ങളാണ്, 15 ലോക്സഭ 7 രാജ്യസഭ. എന്നാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 അംഗങ്ങളാണ്, 30 പേരും ലോക്സഭാ അംഗങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3ലും 1 വർഷം തന്നെയാണ് കാലാവധി. അംഗങ്ങളെ നിയമിക്കുന്നത് സ്പീക്കറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്ന മാർക്ക് തന്നെയാണ് സ്പീക്കർക്ക് തന്നെയാണ്. അതൊക്കെ തുല്യമാണ്. ഈ പറയുന്ന ഫോം ചെയ്ത വർഷം, അവരുടെ ചുമതല, അംഗങ്ങൾ, ഇതാണ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇനി ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഭരണപക്ഷത്തിൽ നിന്നുള്ള ആളായിരിക്കും അധ്യക്ഷൻ. നേരത്തെ നമ്മൾ പ്രതിപക്ഷം എന്നാണ് പറഞ്ഞത്.
ഭരണപക്ഷത്തു നിന്നുള്ള ആളായിരിക്കും ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 ധനകാര്യ കമ്മിറ്റികളിലും കേന്ദ്രമന്ത്രിമാർ അംഗമാവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, ഈ പറയുന്ന 3 കമ്മിറ്റികളിലും കേന്ദ്രമന്ത്രിമാർ ഒരിക്കൽ പോലും അംഗമാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ചോദ്യോത്തര വേള, ക്വസ്റ്റ്യൻ അവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചോദ്യോത്തര വേള. ചോദ്യോത്തര വേള എന്ന് പറയുന്ന സമയത്ത് എന്താണ് ചോദ്യോത്തര വേള? അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. അപ്പം ജനങ്ങൾക്ക് പോയിട്ട് ആ സഭയിൽ പോയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല അല്ലേ, സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ. അപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ജനപ്രതിനിധികൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് അവരാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ആ ചോദ്യം ചോദിക്കുന്നതിനാൽ സമയത്തെയാണ് നമ്മൾ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ, പാർലമെന്റ് അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുള്ളൊരു സമയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക്സഭയിലും ഉണ്ട് ചോദ്യോത്തര വേള, രാജ്യസഭയിലും ഉണ്ട്. 2 സഭകളിലും എന്തുണ്ട്? ചോദ്യോത്തര വേളയുണ്ട്. അപ്പോൾ ഇവയ്ക്ക് സമയമുണ്ട്. ലോക്സഭയിലെ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് ലോക്സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുതലുള്ള 1 മണിക്കൂർ, അതായത് 11 AM മുതൽ 12 PM വരെയാണ് ലോക്സഭയിലെ ചോദ്യോത്തര വേള. എന്നാൽ രാജ്യസഭയിലെ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് 12 PM മുതൽ 1 PM വരെയാണ്, 1 മണി വരെയാണ്. അപ്പോൾ ലോക്സഭയിലെ ചോദ്യോത്തര വേള 11 to 12, രാജ്യസഭയിലെ 12 to 1 മണി വരെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ചോദ്യോത്തര വേളയിൽ അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നതിലെ പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുക. 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് അംഗങ്ങൾക്ക് ചോദിക്കാൻ പറ്റുക. ആദ്യത്തേത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, അതായത് നക്ഷത്ര ചിഹ്നമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ അഥവാ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്. രണ്ടാമത്തേത് നക്ഷത്ര ചിഹ്നം ഇല്ലാത്തത്, അതായത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. നക്ഷത്ര ചിഹ്നം ഇല്ലാത്തത് അല്ലെങ്കിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ലഘു നോട്ടീസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാം. ലഘു നോട്ടീസ് ചോദ്യങ്ങൾ അഥവാ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ജനപ്രതിനിധികൾക്ക് ചോദിക്കാൻ പറ്റുക. നക്ഷത്ര ചിഹ്നമുള്ളത്, നക്ഷത്ര ചിഹ്നമില്ലാത്തത്, ലഘു നോട്ടീസ് ചോദ്യങ്ങൾ. ഓക്കെ, സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗങ്ങളോട് മറ്റംഗങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൽ പെടാത്തതാണ്. അതിനെ നമ്മൾ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്നാ പറയാം. ഇതൊക്കെ പാർലമെന്റ് അംഗങ്ങൾ ചോദിക്കുന്നതാണ്. പാർലമെന്റ് അംഗം അല്ലാത്തവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്നാ പറയാം. അത് സെപ്പറേറ്റ് പഠിക്കണം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തേത് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചോദ്യങ്ങൾക്കുള്ള മറുപടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ ഉത്തരം നൽകണം. ഇപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട മന്ത്രി ആരാണോ ആ മന്ത്രി തന്നെ നേരിട്ട് ആൻസർ സഭയിൽ നൽകണം. അതാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ മന്ത്രി അവിടെ സഭയിലുണ്ടായിരിക്കണം. നേരിട്ട് മറുപടി കൊടുക്കണമെന്ന് പറയുമ്പോൾ മന്ത്രി സഭയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ, ഇതിനുള്ള ഉത്തരം പറയാനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 15 ദിവസം മുൻപ് തന്നെ ക്വസ്റ്റ്യൻ അവർക്ക് സമർപ്പിച്ചിരിക്കണം. ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നുണ്ട് ചോദിക്കാനെങ്കിൽ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യമാണെങ്കിൽ, അതായത് മന്ത്രി നേരിട്ട് മറുപടി പറയണം എന്നുള്ളതാണെങ്കിൽ 15 ദിവസം മുമ്പ് തന്നെ ഈ ചോദ്യങ്ങൾ അവരവിടെ സമർപ്പിക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ അതിനനുസരിച്ച് അവർ ഉത്തരമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ആ ഉത്തരവാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലായോ? ചർച്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ സഭയുടെ സെക്രട്ടറി ജനറൽ എന്താണ്, ഈ പറയുന്ന 15 ദിവസം മുമ്പുള്ള ഈ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ സെക്രട്ടറി ജനറൽ ആ ചോദ്യങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ അത് മന്ത്രാലയത്തിന് കൈമാറും. അങ്ങനെ അവർ ആ ചോദ്യങ്ങൾ എന്താണ്, അവരത് സോർട്ട് ചെയ്ത് മന്ത്രിമാർക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് അതിനുള്ള വിശദീകരണമൊക്കെ അവർ എഴുതി തയ്യാറാക്കിയിട്ടാണ് വരിക. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു മന്ത്രിയോട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കാം? 15 ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ.
പക്ഷെ അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പം മെയിനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനവർ നേരിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം വന്നു കഴിഞ്ഞാൽ അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. കാരണം മന്ത്രി അവിടെ നേരിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അവർ അതിനുള്ള റിപ്ലൈ തന്നോളും. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ, ഈ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക നിറത്തിലുള്ള പേപ്പറിലാണ്, പച്ച നിറത്തിലുള്ള പേപ്പറിലാണ്. ഓക്കെ, അപ്പം നമുക്കത് ഒന്നും കൂടെ പറയാം അല്ലേ. അപ്പം നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത, ഏത് വകുപ്പുമായി ചോദിക്കുന്നോ ആ മന്ത്രി നേരിട്ട് നമുക്ക് മറുപടി നൽകണം എന്നുള്ളതാണ് അല്ലേ. മന്ത്രി നമുക്ക് നേരിട്ട് മറുപടി നൽകണം എന്നുള്ളതാണ്. രണ്ടാമത്, ഈ പറയുന്ന മന്ത്രിയോട് നമ്മൾ 15 ദിവസം മുൻപ് തന്നെ ചോദ്യങ്ങൾ സമർപ്പിച്ചിരിക്കണം. 15 ദിവസം മുൻപ് ചോദ്യങ്ങൾ നമ്മൾ സമർപ്പിച്ചിരിക്കണം. അവരതിന് പ്രിപ്പയർ ചെയ്ത് വരും. എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ? 15 ചോദ്യമാണ് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം? അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉപചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. പിന്നെ പറഞ്ഞത്, പച്ച നിറത്തിലുള്ള പേപ്പറിലാണ് ഈ ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടത്. നക്ഷത്ര ചിഹ്നമുള്ള അവർ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു പേപ്പർ പിടിച്ചിട്ടുണ്ടാവും. ആ പേപ്പറിൻ്റെ നിറം കണ്ടാൽ നമുക്ക് മനസ്സിലാവണം പച്ച നിറത്തിലാണോ, ഇത് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ 15 ദിവസം മുൻപ് തന്നെ ഈ ചോദ്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ അതിനുള്ള ഉത്തരം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്, ആ മന്ത്രി നേരിട്ട് നിന്നവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, അവർക്ക് അതിനുള്ള ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക, പച്ച കളർ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. ഇനി നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട്. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത, മന്ത്രി നേരിട്ടല്ല മറുപടി പറയുന്നത്. എന്താ ചെയ്യുന്നത്? എഴുതിയാണ് മറുപടി കൊടുക്കുന്നത്. മന്ത്രി ചോദ്യത്തിനുള്ള മറുപടി എങ്ങനെ നൽകുന്നു? എഴുതിയാണ് നൽകുന്നത്, അല്ലാതെ നേരിട്ട് പറയുകയല്ല ചോദിക്കുന്നത്. അപ്പോൾ എഴുതി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപചോദ്യം ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഉപചോദ്യം ചോദിക്കണമെങ്കിൽ മന്ത്രി ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ സെപ്പറേറ്റ് ഡൗട്ട് ചോദിച്ചെങ്കിൽ ആൻസർ പറയും. ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ എഴുതി കൊടുത്തിരിക്കുക, പിന്നെ അവിടെ ഉപചോദ്യം നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പക്ഷേ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. 250 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. കാരണം ആ ചോദ്യം അതിനൊരു ഉത്തരം, ഒരു ചോദ്യം അതിനൊരു ഉത്തരം, അത്രമാത്രം എഴുതി കൊടുത്താൽ മതി, ഉപചോദ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ 250 ചോദ്യങ്ങൾ വരെ ഇവിടെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെയും എന്ത് ചെയ്യണം? 15 ദിവസം മുൻപ് തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം ഇവർക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ എഴുതി തയ്യാറാക്കാനുള്ള സമയം വേണ്ടേ. അപ്പോൾ 15 ദിവസം മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ കൊടുത്തിരിക്കണം. ഇനി ഇവിടെ എഴുതേണ്ട പേപ്പർ എന്ന് പറയുന്നത് വെള്ള പേപ്പർ ആയിരിക്കണം. വെള്ള നിറത്തിലുള്ള പേപ്പറിലാണ് ഈ പറയുന്ന നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ? നക്ഷത്ര ചിഹ്നം ഉള്ളത് മന്ത്രി നേരിട്ട് മറുപടി പറയുന്നു, ഇവിടെയാണെങ്കിൽ എഴുതി പറയുന്നു. ഇവിടെ 15 ദിവസം മുമ്പ് ചോദ്യം നൽകണം, ഇവിടെയും 15 ദിവസം മുമ്പ് ചോദ്യം നൽകണം. ഇവിടെ 15 ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ, ഇവിടെ 250 ചോദ്യം ചോദിക്കാം. ഇവിടെ ഉപചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഉപചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പച്ച നിറത്തിലുള്ള പേപ്പറിലാണ്, ഇവിടെ വെള്ള നിറത്തിലുള്ള പേപ്പറാണ്. അപ്പോൾ നക്ഷത്ര ചിഹ്നം ഉള്ളതും നക്ഷത്ര ചിഹ്നം ഇല്ലാത്തതും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ്? ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ അല്ലേ. ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ ലഘു നോട്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പഠിച്ചു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയന്തര പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ, അടിയന്തര പ്രാധാന്യം എമർജൻസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യത്തിനും 10 ദിവസം മുൻപെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം നൽകണം. ഓക്കെ, 10 ദിവസം മുൻപ് തന്നെ നമ്മൾ നോട്ടീസ് നൽകേണ്ടതായിട്ടുണ്ട്. ഇത് പിങ്ക് പേപ്പറിലാണ്. ഇപ്പോൾ പ്രത്യേകമായിട്ട് എന്താ പറയുക, ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വരൾച്ച, അല്ലെങ്കിൽ സുനാമി വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അടിയന്തരം ആയിട്ട് നൽകുന്ന പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 ദിവസം മുമ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകണം, 10 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. പിങ്ക് പേപ്പറിൽ വേണം ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യോത്തര വേളയിൽ നമ്മൾ ചോദിക്കുന്ന 3 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. പിന്നെ നമ്മൾ പഠിച്ചു പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പാർലമെൻറ്റ് അംഗങ്ങളല്ലാത്തവർ ചോദിക്കുന്നത് പ്രൈവറ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരല്ലാത്ത ഒരു അംഗത്തിനോട് മറ്റംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, മന്ത്രിമാരോടാണ് നമ്മൾ ഇത്രയും നേരം ചോദ്യം ചോദിച്ചത്, നേരിട്ടും എഴുതിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ചോദിച്ചത് മന്ത്രിമാരോടാണ്, അതാത് സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരോട്. പക്ഷെ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റംഗങ്ങൾക്ക് മന്ത്രിമാരല്ലാത്ത ഒരു അംഗത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതാണ് പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ്. ഈ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. മഞ്ഞ നിറത്തിലുള്ള പേപ്പറിലാണ് പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാ സഭ നടക്കുന്ന ദിവസങ്ങളിലും എന്തുണ്ടായിരിക്കും? ചോദ്യോത്തരവേള ഉണ്ടായിരിക്കും എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി പാർലമെന്റിൽ നമ്മൾ ജോയിന്റ് സിറ്റിംഗ് പഠിച്ചില്ലേ, സംയുക്ത സമ്മേളനം. അപ്പോൾ
ഈ പാർലമെന്റിൽ ജോയിന്റ് സിറ്റിംഗ് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചോദ്യോത്തരവേള ഉണ്ടാവില്ല. ഇപ്പം എല്ലാ സഭാ നടപടിക്രമങ്ങളിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചോദ്യോത്തരവേള ഉണ്ടാവാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുമ്പോൾ. രണ്ട്, ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്. ഈ രണ്ട് സമയത്തുമാണ് എന്തില്ലാത്തത്? ഈ പറയുന്ന ചോദ്യോത്തരവേള ഇല്ലാത്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു ടേമും കൂടെ പഠിക്കണം. ശൂന്യവേള അഥവാ 0 അവർ. 0 അവർ അല്ലെങ്കിൽ ശൂന്യവേള എന്ന് പറയുന്നത്, ഇത് ആരംഭിച്ചത് 1962 മുതലാണ് ശൂന്യവേള തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ഇന്ത്യൻ സംഭാവനയായിട്ട് കണക്കുകൂട്ടുന്നത് ഈ ശൂന്യവേള മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ പറഞ്ഞു. ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ലോക്സഭയുടെ 11 to 12 രാജ്യസഭയുടെ 12 to 1 മണിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ട് ലോക്സഭയുടെ ആണെങ്കിൽ 11 to 12 കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ 12 മുതൽ 1 മണി വരെയുള്ള ഒരു സമയമുണ്ട്. അതാണ് ശൂന്യവേള എന്ന് പറയുന്നത്. അതായത് ചോദ്യോത്തരവേളയിൽ നമ്മൾ പറഞ്ഞു 11 to 12 ചോദ്യോത്തരവേളയാണെങ്കിൽ അവിടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയുണ്ട്. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് കൃത്യമായിട്ട് മന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഒക്കെ കൊടുക്കുന്ന ആൻസർ കൃത്യമായിട്ട് പറയുന്നു. അവിടെ ഒരു ഡിസിപ്ലിനോട് കൂടിയാണ് ആ ചോദ്യോത്തരവേള നടക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ശൂന്യവേള എന്ന് പറയുന്നത് ഈ ചോദിക്കണം എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ 15 ദിവസം മുമ്പ് നമ്മൾ നോട്ടീസൊക്കെ നൽകി അവരെഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് അവരവിടെ പറയുന്നത് ചോദ്യോത്തരവേളയുടെ സമയത്ത്. എന്നാൽ ശൂന്യവേള എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന 15 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള അടിയന്തര പ്രശ്നങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത് ഈ ചോദ്യോത്തരവേള കഴിഞ്ഞുള്ള ശൂന്യവേള എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ വരും, അല്ലേ? ഇപ്പം കണക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ വന്നു. ആ ടീച്ചർ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മളല്ലേ ടീച്ചർ പതിയെ ക്ലാസ് എടുക്കുന്നു, നമ്മളത് കേട്ടിരിക്കുന്നു, എന്തെങ്കിലും ചില്ലറ ഡൗട്ടൊക്കെ നമ്മൾ ചോദിക്കുന്നു, ഭയങ്കര ഡിസിപ്ലിനോട് കൂടെ പോകും. മാത്സ് ടീച്ചർ പോയിട്ട് അടുത്ത പീരീഡ് നമുക്ക് PT ടീച്ചറാണ് വരുന്നതെന്ന് വെച്ചോ, കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടതുപോലെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് ക്വസ്റ്റ്യൻ ചോദിക്കും, ടീച്ചർ ചെറുപറാന്ന് ആൻസർ പറയും, അല്ലേ? ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടത്തില്ലേ? മാത്സ് ടീച്ചർ പോയിട്ട് PT ടീച്ചർ വരുമ്പോൾ ആ ഒരു സംഭവമാണ് ഈ ചോദ്യോത്തരവേളയും ശൂന്യവേളയും തമ്മിലുള്ള ഡിഫറൻസ്. ചോദ്യോത്തരവേള എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസിപ്ലിനറിയോടുകൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരതിനുള്ള കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ആൻസർ പറയുന്നു. പക്ഷെ ശൂന്യവേളയിൽ അങ്ങനെയല്ല. നമുക്ക് അപ്പം തോന്നുന്ന എന്തൊക്കെ ചോദ്യങ്ങളാണോ അതൊക്കെ നമുക്ക് ചോദിക്കാം. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് അംഗങ്ങൾക്ക്. ഓക്കെ, അതാണ് ശൂന്യവേള എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കട്ട് മോഷൻ. എന്താണ് കട്ട് മോഷൻ? അല്ലെങ്കിൽ ഖണ്ഡന പ്രമേയം എന്ന് പറയും. ഖണ്ഡന പ്രമേയം അഥവാ കട്ട് മോഷൻ. കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കട്ട് മോഷൻ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഖണ്ഡന പ്രമേയം അല്ലെങ്കിൽ കട്ട് മോഷൻ. കട്ട് മോഷൻ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു, അതിനുശേഷം ധനകാര്യ ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കും. അപ്പോൾ ഇത് നമ്മൾ ബജറ്റ്, അതായത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അവിടെ നമ്മൾ ലോക്സഭയിൽ അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ബജറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത്, ഈ പറയുന്ന ധനകാര്യ ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സമർപ്പിക്കുമ്പോൾ അതിനെ വീറ്റോ ചെയ്യുവാനുള്ള അധികാരം ലോക്സഭാ അംഗത്തിനുണ്ട്. അതായത് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അധികാരം ലോക്സഭാ അംഗത്തിനുണ്ട്. ഓക്കെ, ധനകാര്യ ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് അതിനെ മുറിക്കാനുള്ള, സ്റ്റോപ്പ് ചെയ്യാനുള്ള, കട്ട് ചെയ്യാനുള്ള അധികാരം ലോക്സഭാ അംഗത്തിനുണ്ട്. അതിനെയാണ് നമ്മൾ കട്ട് മോഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഫിനാൻസ് ബില്ലൊക്കെ ഒരാൾ അവതരിപ്പിക്കുന്നു, ബജറ്റ് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ബജറ്റിന് ശേഷം നമ്മൾ ധനകാര്യ ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കും, എക്കണോമിക്സ് പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ബില്ലുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ലോക്സഭാ അംഗങ്ങൾക്ക് അത് വന്ന് കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിർത്തിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇടയ്ക്ക് വെച്ച് മുറിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് കട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ കട്ട് മോഷൻ അല്ലെങ്കിൽ ഖണ്ഡന പ്രമേയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ
പാർലമെൻറ്റ് എന്ന് പറയുന്ന ഭാഗം. നമ്മൾ കഴിഞ്ഞ ദിവസം ലോക്സഭ രാജ്യസഭ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോയിൻറ്റ് സിറ്റിംഗ്, മണി ബില്ല്, ചോദ്യോത്തരവേള, പാർലമെൻ്ററി കമ്മിറ്റികൾ, കട്ട് മോഷൻ, അവിശ്വാസ പ്രമേയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയി. നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്